ഹലോ ഗൈസ്, പരം സുന്ദരി മൂവിയുടെ ഒഫീഷ്യൽ ട്രെയിലർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിന്റെ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. കണ്ടു നോക്കിയിട്ട് നമുക്ക് റിവ്യൂ ചെയ്യാം. ഓക്കെ, അപ്പൊ പോയാലോ? वैसे मैं तो थोड़े मस्ती वाले कन्फेशन एक्सपेक्ट कर रहा था. सर तुमने कभी चर्च में एक बार कॉलेज स्टाफ रूम में किया था, सिर्फ किस. तुमने भी ऐसा कुछ नॉटी किया? हाँ, टेनिस कोर्ट में, बुर्ज खलीफा की बालकनी में, एक बार गाड़ी में और एक ट्रेन की कोशिश में. किस लड़की को कैसे पसंद है सब पता होगा. क्यों तुम फंस रही हो? इस दुनिया में 810 करोड़ लोग हैं, लेकिन सच्चा प्यार एक ही होता है. बस यही मेरी सबसे बड़ी प्रॉब्लम है. मैं बेकपट सुंदरी दामोदरम पिल्लई, केरला से. हाय, मैं हूँ परम सचदेव, दिल्ली से. हमने बुकिंग की है. वेलकम. कम कम. सुंदरी, यहाँ पे मच्छर बहुत है. खिड़की बंद रखो. तो व्यू कैसे देखूँ? तो फिर खुला रखो. मलेरिया के मच्छर से रात को काटते हैं. दिन में क्या करूँ? मार गुड एंटरटेनमेंट. तो तुम्हें हाथ कर भी लोगों का दिल जीतना आता है. हार के जीतने वाले को बाजीगर कहते हैं. नहीं देखी? मलयालम में हुई क्या? याद करता है ब्रो. अरे केला. भाग दो वरना मारे जाओगे. ये रांझा का राजा भी का मरा था. ये भी तो साथ में मरी थी, मनु नहीं. हाँ, तो मानते हो तो मेरी हीरो. रजनीका तमिल सुपरस्टार है. अरे मैं तो साउथ इंडिया. इट्स इंडिया. केरला मलयालम मोहनलाल, तमिलनाडु तमिल रजनीका, आंध्रा तेलुगु अल्लू अर्जुन, कर्नाटका कन्नड़ा यश. तुम्हारे लिए बाहर साउथ इंडियन मड्रास, ब्लडी नॉर्थ इंडियन इंटरनेट एलिटेड एलिगेंट टाइटल, ब्लडी टेक अप. ഇത് കണ്ടിട്ട് ഫുള്ള് കേരള ബേസ് ചെയ്തിട്ടുള്ള ഒരു സംഭവം കൊച്ചി ലൊക്കേഷനൊക്കെ കേട്ടു. പിന്നെ അതേ കണക്കാണ് അതില് ഇത് സിദ്ധാർത്ഥ് മൽഹോത്രയും പിന്നെ ജാൻവി കപൂറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവർ രണ്ടുപേരെയും. ഒരു സമയത്ത് ചേട്ടൻ ഭയങ്കരമായിട്ട് ഹിന്ദി ഫിലിമുകളൊക്കെ കാണുമായിരുന്നു. ഞാനും അത്യാവശ്യം കാണുമായിരുന്നു. പിന്നെ ഇപ്പം സമയം കിട്ടാറില്ല. പക്ഷേ ഇത് കണ്ടിട്ട് കാണാൻ തോന്നുന്നുണ്ട്. അമ്മാതിരി ട്രെയിലറൊക്കെയാണ് ചെയ്തു വെച്ചേക്കുന്നത്. ഒരു നല്ലൊരു ക്ലാസിക് ആണോന്ന് ചോദിച്ചാൽ പക്ഷെ കുറച്ചും കൂടി കളർഫുൾ ആണ്. ഇവിടെ ഷൂട്ട് ചെയ്ത് കേരളത്തിൽ ഷൂട്ട് ചെയ്തേക്കുന്നതുകൊണ്ടാണ് ആ ഒരു ഭയങ്കര പ്രകൃതി ഭംഗിയും ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്ത് സംഭവം ചെയ്തിട്ടുണ്ട്. അതില് ജാൻവി കപൂറിന്റെ അതിലെ കാസ്റ്റ് നെയിം എന്ന് പറയുന്നത് സുന്ദരി എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ സിദ്ധാർത്ഥ് മൽഹോത്ര പരം സുന്ദരി. ആദ്യം നമ്മൾ ഇതിന്റെ പേര് കേട്ടപ്പോഴും നമ്മള് മറ്റേ പാട്ടിലെ പരമസുന്ദരി, അപ്പൊ അങ്ങനെ ഒരു പാട്ട് ഇറങ്ങി പരദേശിയ പാട്ട് കേട്ടാ നമ്മൾ ആദ്യമേ മറ്റേ പണ്ടത്തെ ഒരു പാട്ടുണ്ടല്ലോ പരദേശിയ, അതാണെന്ന് വിചാരിക്കും. പരമസുന്ദരി എന്ന് കണ്ട മറ്റേ പാട്ടിലോട്ട് പരമസുന്ദരി. നമ്മള് മ്യൂസിക് ഫീൽഡും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് അതാണ് റിലേറ്റ് ചെയ്തത്. പക്ഷെ നല്ല കളർഫുൾ ഉണ്ട്. എനിക്ക് തോന്നിപ്പം കുറച്ചൊരു ലോങ് ഗ്യാപ്പിന് ശേഷമാണെന്ന് തോന്നുന്നു വീണ്ടും ഇത്രയും നല്ലൊരു കളർ ഫിലിം അവര് നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള ഒരു ഫിലിം. എസ്പെഷ്യലി നമുക്ക് അറിയാലോ, എപ്പോഴും നമ്മള് സൗത്ത് ഇന്ത്യൻസ് ആണ്. അപ്പം കേരളത്തില് വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ മലയാളിയൊക്കെ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. പിന്നെ ട്രെയിലറിൽ തന്നെ ഉണ്ട് അത് മൊത്തം മാക്സിമം ഒരു കേരളത്തിന്റെ ഒരു കളർഫുൾ ആയിട്ടുള്ള ഏരിയാസ് ഫുള്ള് കവർ ചെയ്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഓണം ബേസ് ചെയ്ത് ഓഗസ്റ്റ് 29-നാണ് റിലീസ് വെച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാരും മിക്ക ആൾക്കാരും ഇപ്പൊ ഓണം ബേസ് ചെയ്ത് കേരളത്തിനെ അങ്ങ് പിടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ ആ ഒരു ടൈം നോക്കിയാണ് റിലീസും ചെയ്യാൻ വെച്ചേക്കുന്നത്.
പിന്നെ ഇതിൽ എടുത്തു പറയാനുള്ളത് ഇതിൽ പാട്ടുകളാണ് കേട്ടോ. പാട്ടുകൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ ട്രെയിലറിൽ ആ പാട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. നല്ല നല്ല സൂപ്പർ പാട്ടാണ്. ഇതിലുള്ള പാട്ടുകളെല്ലാം അത്യാവശ്യം നല്ല പാട്ടുകളുമാണ്. അപ്പോൾ ഈ ട്രെയിലറിൽ ആ പാട്ട് യൂസ് ചെയ്തേക്കുന്ന ഒരു സ്റ്റൈല് തന്നെ മിക്ക ട്രെയിലറിലും ഈ പാട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കാര്യം അത്രയും സോനു നിഗം പാടിയിരിക്കുന്ന നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ്. ആ വിഷ്വലിൽ ഫുള്ള് കേരളത്തിൻ്റെ ബ്യൂട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഔട്ട്സൈഡ് ഒന്നും കാണുന്നില്ല. കൂടുതലും കേരളത്തിനെ ഫോക്കസ് ചെയ്ത് രണ്ട് സ്ഥലങ്ങളിലുള്ള ആൾക്കാർ തമ്മിലുള്ള പ്രണയമായിരിക്കാം. ഒരു ക്ലാസിക് പടമായിട്ടാണ് തോന്നുന്നത് കണ്ടിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഏതൊരു ഫിലിം ആണെങ്കിലും എസ്പെഷ്യലി അതിപ്പം യങ്സ്റ്റേഴ്സിനായിക്കോട്ടെ, യങ്സ്റ്റേഴ്സിനെ കേന്ദ്രീകരിച്ച് ചെയ്യുന്ന ഫിലിംസും ഒക്കെ ഉണ്ടല്ലോ. ഇപ്പൊ ഈ ഇടയ്ക്ക് തന്നെ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ മൂവി മറ്റേ സയ്യാര എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അതിന്റെയും ആഷിഖി 2-ന്റെയും പിന്നെ എക് വില്ലൻ അതിന്റെയൊക്കെ ഡയറക്ടർ ഒരാളായിരുന്നു. അപ്പോൾ അത് യങ്സ്റ്റേഴ്സിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ഫിലിമായിരുന്നു. അപ്പൊ സയ്യാരയിലും നല്ല നല്ല സോങ്ങുകൾ ചെയ്തേക്കുന്ന. ഇപ്പം ഹിന്ദിയില് പഴയ ഒരു സോങ്ങിനെ എടുത്ത് റീമേക്ക് ചെയ്തേക്കുന്നു. ഹിന്ദിയിൽ ഇപ്പം അത്യാവശ്യം നല്ല സോങ്ങുകളൊക്കെ ഇറങ്ങുന്നുണ്ട്. ഇതിന്റെ പരമസുന്ദരിയുടെ ഈ പർദേശി എന്നുള്ള പാട്ട്, പിന്നെ ബീഗി സാരി എന്നുള്ള 2 പാട്ടും ഇറങ്ങിയപ്പോൾ തന്നെ അതിന്റെ ലോഫൈ വെർഷനായിട്ട് ഞാൻ ചെയ്ത് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് കേട്ടിട്ടില്ലാത്തവരാണെങ്കിൽ അതും കൂടെ ഒന്ന് കേട്ട് നോക്കണം കേട്ടോ. നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി ആയിട്ട് ചെയ്തേക്കുന്നതാണ്. ഒന്ന് നിങ്ങൾ സമയം കിട്ടുമ്പോൾ അതൊക്കെ ഒന്ന് കേട്ടു നോക്കുക കേട്ടോ. അപ്പൊ നിങ്ങളുടെ കേട്ടിട്ട് നിങ്ങളുടെ കമന്റ്സ് ഒക്കെ നിങ്ങളൊന്ന് അറിയിക്കണം. പിന്നെ അതേ കണക്ക് തന്നെ നിങ്ങൾക്ക് ഇപ്പൊ ഏതെങ്കിലും സോങ്ങുകള് ലോഫൈ നല്ല നല്ല ലോഫൈ കേൾക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റ് സെക്ഷനിൽ ഇട്ടേക്കണം കേട്ടോ. അപ്പൊ നമ്മൾ അതനുസരിച്ച് ലോഫൈ ഒക്കെ ചെയ്തെടുക്കാം. പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ കവർ സോങ്സ് ഒക്കെ പാടി ഇടുന്നുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ മുന്നേ ചെയ്തിട്ടുള്ള കവർ സോങ്ങുകളൊക്കെ ഉണ്ട്, അതൊക്കെ പോയി കാണുക. പിന്നെ ഇതില് ഇപ്പൊ ഈ ഒരു മൂവിയില് ഇതിലെ സോങ്ങുകളൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര ഫീല് വൈബൊക്കെ തരുന്ന ടൈപ്പിലുള്ള സോങ്ങുകളാണ്. പിന്നെ ഇതിന്റെ വിഷ്വൽ ആണെങ്കിലും ശരി, ഇപ്പൊ ഈ ട്രെയിലറിൽ കാണിച്ചിരിക്കുന്ന വിഷ്വൽ ആണെങ്കിലും കളർഫുൾ ആണ്. പിന്നെ എനിക്കിതിൽ മെയിനായിട്ട് സ്റ്റാർട്ടിങ്ങിൽ കണ്ട അവരുടെ ആ ഒരു റൊമാൻറ്റിക് ടൈപ്പിലുള്ള ആ ചർച്ചിൽ വെച്ചിട്ടുള്ള ആ ഒരു സീൻ, പിന്നെ അതേ കണക്ക് തന്നെ എഴുതിയിട്ടുണ്ട് കേട്ടോ. രഞ്ജി പണിക്കരൊക്കെ ഉണ്ട്. ശരി. പിന്നെ അതേ കണക്ക് തന്നെ ജാൻവി കപൂർ ഇതിൽ പറയത്തില്ലേ, എന്താ കന്നഡ അല്ലു അർജുൻ, കേരള മോഹൻലാല്, തമിഴ്നാട് രജനീകാന്ത്, കന്നഡ യാഷ്, തെലുങ്ക് അല്ലു അർജുൻ ഇപ്പോഴും ഇതാണ് ആക്ഷൻ യാഷ്. അപ്പം ഇതൊക്കെ ആ ഒരു സീൻ നല്ല രസമുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള മൂവീസ് ഒക്കെ ഇറങ്ങുന്നതിൽ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നല്ല വലിയ മാസുകളുടെ ഇടയ്ക്ക് ചെറിയ ക്ലാസിക് പടം. എനിക്ക് തോന്നുന്നത് ചെറിയ പടമൊന്നും അല്ലെന്ന് തോന്നുന്നു. നല്ല ഒരുപാട് വിഷ്വൽ ബ്യൂട്ടി ഒക്കെ നല്ല രീതിയിൽ പല ഇതായിട്ട് ചെയ്തു. പിന്നെ ജാൻവി കപൂർ പറയണ്ടല്ലോ, അവരുടെ ആ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് ഭയങ്കര അവരുടെ ഒരു റീസെന്റ് മറ്റേ ചുട്ടമല്ലേ അതിലൊക്കെ നല്ല, അതിലും ഇവനായാലും കാണാൻ നല്ല ഗ്ലാമറാണ്. രണ്ടുപേരും കൂടെ ഒരു കോംബോ നല്ലൊരു ഭംഗിയാണ്. വിഷ്വൽ ബ്യൂട്ടിക്ക് തന്നെ നല്ലൊരു ഇതാണ്. അപ്പോൾ ഓഗസ്റ്റ് 29 പടം റിലീസാവുന്നത്. അപ്പോൾ കാണാൻ പറ്റുന്നവരൊക്കെയും പോയി കാണാനായിട്ട് ശ്രമിക്കുക. എത്രയെന്ന് പറഞ്ഞാലും നമ്മൾ മൂവി ലവേഴ്സ് തിയേറ്ററിൽ പോയി കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ടി വിയിലോ മൊബൈലിലോ കാണുമ്പോൾ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് തിയേറ്ററിൽ പോയി കാണുക. എന്തായാലും നല്ലൊരു ഫൈൻ ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഫൈൻ ആയിട്ടുള്ള ഒരു വൈബ്, നമുക്ക് നല്ലൊരു സന്തോഷമൊക്കെ തരുന്ന ഒരു മൂവി ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ ഇതിൽ അഭിനയിച്ചേക്കുന്ന കുറേ മലയാളികളൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ ആ ഒരു ആക്ടേഴ്സ് കാസ്റ്റ് ലിസ്റ്റിൽ മലയാളികളൊക്കെ ഉണ്ട്. പിന്നെ കേരളത്തില് കളരി, ഇത് സിദ്ധാർത്ഥ് മൽഹോത്ര കളരി പഠിക്കാൻ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെ ആ ഒരു കോമ്പിനേഷൻ വെച്ചിട്ട് പരം സിദ്ധാർത്ഥന്റെ ക്യാരക്ടറിനെയും പിന്നെ സുന്ദരി എന്ന് ജാൻവിയുടെ ക്യാരക്ടറിനെയും, അപ്പൊ അങ്ങനെ ഒരു പരം സുന്ദരി ആ പേര് തന്നെ നല്ല അതെ നല്ലൊരു മാച്ചിങ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതില് കേരളത്തില് അത്യാവശ്യം ഒട്ടുമിക്ക സ്ഥലങ്ങളും അവര് ഷൂട്ടിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. കേരള ഓഡിയൻസിനെ ഫോക്കസ് ചെയ്ത് ചെയ്തേക്കുന്നതാണെന്ന് കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഇനിയിപ്പോ ഓണമാണ്, അപ്പൊ എല്ലാരും വീട്ടിൽ കാണുന്ന ദിവസങ്ങളാണ്. അപ്പൊ എന്തായാലും തിയേറ്ററിലൊക്കെ പോകും, കാണും എന്ന്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ടൈമിൽ അവര്
ഇത് വച്ചേക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു അത്യാവശ്യം ഒരു ഗ്യാപ്പിന് ശേഷം ഇപ്പോൾ ഇറങ്ങി സയ്യാര, പിന്നെ ഈ പരം സുന്ദരി, ഈ 2 മൂവീസ്, ഇങ്ങനത്തെ ടൈപ്പിലെ മൂവീസ് ഹിന്ദി ഫിലിം ഇൻഡസ്ട്രി ഇങ്ങോട്ട് തന്നിരിക്കുകയാണ്. ഈ മാസം എന്തായാലും ഈ മാസം കുറേ റിലീസുകളുണ്ട് കേട്ടോ. ഓഗസ്റ്റ് 29-ാം തീയതി. പിന്നെ നാളെ 2 സിനിമകളും കൂടെ ഇടിയാണ്. വാർ 2-ഉം കൂലിയും കൂടെ ഒരുമിച്ച് ഇറങ്ങിയാണ്. നാളെ മത്സര ഇടിയായിരിക്കും. അങ്ങോട്ടടി ഇങ്ങോട്ടടി ആയിരിക്കും. ആൾക്കാർ എങ്ങോട്ട് വാർട്ടൂല് NTR പിന്നെ ഋത്തിക് റോഷൻ, ഇവരുടെ ഒരു ഫാൻ ബേസ് നമുക്കറിയാം. NTRന്റെയും ഋത്തിക് റോഷനും 2 സ്റ്റേറ്റുകളിൽ നിന്നുള്ള ആ ഒരു ഫാൻ ബേസ് ഉണ്ട്. പിന്നെ അതേ കണക്ക് തന്നെ ഇപ്പം കേരളത്തിലാണെങ്കിലും ശരി NTRന്റെ ഫാൻസ് ഇല്ലേ, ഒരുപാട് ഫാൻസ് ഉണ്ട്. ഋത്തിക് റോഷന്റെ ഫാൻസ് ഇല്ല, അത് പുള്ളിക്ക് പണ്ടേ പിന്നെ ഒരു കാര്യം, പണ്ടേ ഉള്ള ഫാൻ ബേസ് ഉണ്ട്. അതായത് 90s കിഡ്സിന്റെ ഒരു താരമാണ്. ഞാൻ 2K കിഡ് ആണ്, പക്ഷെ എനിക്കും ഋത്തിക് റോഷനെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെയൊക്കെ എല്ലാവരുടെയും വീട്ടില് പണ്ടത്തെയൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ആണുങ്ങളുടെ റൂമിൽ ചെന്നാ ഫസ്റ്റ് കാണുന്നത് ഋത്തിക് റോഷന്റെ ഒരു വലിയ ഫോട്ടോ. പക്ഷെ എന്റെ റൂമിൽ പണ്ട് ഞാൻ അല്ലു അർജുന്റെ ഒരു ഫോട്ടോ പിന്നെ അതേ തന്നെ റൊമാൻറ്റിക് ഹീറോസിന്റെ ആൾക്കാരാണ് നമ്മളൊക്കെ. ഫിറ്റ് പിന്നെ അതേ കണക്ക് തന്നെ അപ്പൊ എന്ത് പുഷ്പയിൽ അല്ലു അർജുൻ എന്ത് ഫിറ്റ് അല്ലേ, വെള്ളം അടിച്ച് ഫിറ്റാണ്. അല്ലു അർജുൻ ഫാൻസ് കേക്കണ്ട. പിന്നെ അതേ കണക്ക് തന്നെ രജനീകാന്തിന്റെ കൂലി, അതില് കൂലിയില് വേറെ ആരുണ്ട്? കൂലിയില് അനിരുദ്ധിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, പിന്നെ വേറെ ആരുടെ, സൗബിനുണ്ട്. മലയാളത്തിൽ നിന്നുള്ള കളക്ഷൻസ് വേറെ ഇതിലോട്ടൊക്കെ പോയി ഒരു ഇന്റർ കണക്റ്റഡ് എന്നുള്ള രീതിക്കാണ് ഇറങ്ങുന്നത്. എല്ലാ സംസ്ഥാനങ്ങളും കണക്ട് ചെയ്തുള്ള പടങ്ങളാണ് ഇപ്പോൾ വരുന്നത്. അടങ്ങിയിരിക്കത്തില്ല കേട്ടോ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോ അവനും എന്തെങ്കിലും എൻഗേജ് റിയാക്ഷനിലാണ്. മോന്റെ റിയാക്ഷൻ എന്താണെന്ന് കാണിക്കും വീഡിയോയില്. പറ, എങ്ങനെയുണ്ട് ട്രെയിലർ എങ്ങനെയുണ്ട്? ട്രെയിലർ കണ്ടിട്ട് ട്രെയിലർ എങ്ങനെയുണ്ട്? കൊള്ളാവൂ ട്രെയിലർ കൊള്ളാവൂ, നാണം വരും. കൊള്ളാം. അപ്പോ കൂലിയും നാളെ ഇറങ്ങുവാണ്. അപ്പം എന്തായാലും നാളെ തിയേറ്ററിലോട്ടൊന്നും പോവാനേ പറ്റത്തില്ല. എനിക്കൊന്ന് നേരത്തേക്ക് ബുക്ക് ചെയ്ത് വയ്ക്കുമായിരിക്കും. അത്യാവശ്യം ഈ തിയേറ്റർ വഴി പോകുന്നവരൊക്കെ നാളെ ഉണ്ടെങ്കിൽ നാളെ ഒന്നിലും നേരത്തെ പോവുക, ഇല്ലെങ്കിൽ നാളെ പോണ്ടെന്ന് വെക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റൂട്ട് കണ്ടുപിടിച്ച് പൊയ്ക്കോളുക. കാര്യം നാളെ വാർ 2-ഉം കൂലിയും ഇറങ്ങിയാണ്. അപ്പം കേരളത്തിൽ എന്തുമാത്രം ഇതിന്റെ ഒരു ബഹളം വരുമെന്നൊന്നും അറിയത്തില്ല. പക്ഷെ തമിഴ്നാട്ടിൽ എന്തായാലും ഒരു ബഹളമായിരിക്കും. തമിഴ്നാട്ടിൽ എനിക്ക് തോന്നുന്നു കൂടുതലും കൂലി കാണാനായിരിക്കും. അതായിരിക്കും ഭയങ്കര തിരക്കായിരിക്കും. ഇവിടെ പിന്നെ ഏത് ഇപ്പൊ KGFന്റെ ചാപ്റ്റർ 3 ഇറങ്ങിയാലും, അവതാർ ഇറങ്ങിയാലും, പിന്നെ എന്തുവാ ഈ പറഞ്ഞ കൂലി ഇറങ്ങിയാലും, വാർ 2 ഇറങ്ങിയാലും ഇവിടെ തള്ളായിരിക്കും. കാരണം ഇവിടെ എല്ലാവിധ പടങ്ങൾക്കും നല്ലൊരു ഫാൻ ബേസ് ഉണ്ട്. പിന്നെ ഇപ്പൊ കുറച്ച് ഇതുണ്ട്, ആൾക്കാര് ആദ്യം പോയി കാണത്തില്ല. ആദ്യം തിയേറ്ററിൽ പോയി കാണാതെ മറ്റുള്ളൊരു റിവ്യൂ കേട്ടിട്ട് കാണാമെന്നുള്ള രീതിയിൽ കുറെ ടീമുകളുണ്ട്. അങ്ങനെയൊന്നും ചെയ്യരുത് ദയവേത്. നിങ്ങൾ പടം ഇറങ്ങുമ്പോഴത്തേക്ക് അപ്പൊ തന്നെ പോയി കാണുക, മറ്റുള്ളവരെ റിവ്യൂ നോക്കി പോകാനായിട്ട് നിൽക്കരുത്. ചിലർക്ക് പടം ഇഷ്ടപ്പെട്ടിട്ടായിരിക്കാം റിവ്യൂ ഇടുന്നത്. ചിലർക്ക് പടം നല്ലതാണെങ്കിലും അവർ ചിലപ്പോൾ നല്ല റിവ്യൂ പറയണമെന്നില്ല. ഓരോരുത്തരുടെയും ഇപ്പൊ പടം കാണുമ്പോൾ ഇൻട്രസ്റ്റ്, ചിലർക്ക് ക്ലാസിക് പടങ്ങളായിരിക്കും ഇഷ്ടം, ചിലവർക്ക് മാസ് പടങ്ങളായിരിക്കും ഇഷ്ടം, ചിലവർക്ക് കുറച്ച് എന്തോ അവാർഡ് ടൈപ്പ്, റൊമാൻറ്റിക് ടൈപ്പ്, അങ്ങനെയൊക്കെ ഇഷ്ടം. അപ്പൊ അവരത് ബേസ് ചെയ്തിട്ട് ഈ ചിലപ്പോ റിവ്യൂ ഇട്ടിട്ട് ഈ പടം കൊള്ളത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, പോവരുത്, പൈസ പോവും എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോ ഈ കേൾക്കുന്ന ആളിന് ഇഷ്ടപ്പെട്ട പടമായിരിക്കും. അത് ആരുടെ ഇൻട്രസ്റ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് റിവ്യൂ നോക്കി പടം കാണാൻ പോവാതെ പോയി കാണുക. ഇഷ്ടമുണ്ടെങ്കിൽ പോയി കാണുക. നമുക്കൊരു ഇപ്പൊ ഈ സിനിമ ഇറങ്ങുന്നു എന്ന് പറയുന്നത് ഇത് കണ്ടിട്ട് ഒരു ക്ലാസിക് പടമായിട്ട് ഈ ട്രെയിലർ കാണുമ്പോൾ നമ്മൾ രണ്ടുപേരെ സംബന്ധിച്ച് നമുക്ക് കാണാൻ തോന്നും. പക്ഷെ നമുക്കിപ്പോൾ തിയേറ്ററിൽ പോകാൻ എന്താണ്ട് ഇദ്ദേഹം സമ്മതിക്കത്തില്ല. അതുകൊണ്ട് തിയേറ്ററിൽ പോയി കാണാൻ നമുക്കിപ്പോൾ പറ്റത്തില്ല. നമുക്കിതുപോലെ ട്രെയിലർ കണ്ട്
സമാധാനിക്കാം. മുമ്പൊക്കെ ഒരുപാട് സിനിമകൾ കാണാൻ പോകുമായിരുന്നു, ഇപ്പൊ കണ്ടേ കരയുന്നു. അതാണ് പ്രശ്നം. വേണ്ട കരയണ്ട, നമുക്ക് വലുതാകുമ്പോ സിനിമ കാണാൻ പോവാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ട്രെയിലർ എല്ലാം അടിപൊളിയായിട്ടുണ്ട്. നല്ല 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 നല്ലൊരു ഫൈനായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഔട്ട്പുട്ടാണ് ഈ ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ ട്രെയിലർ നിങ്ങളും കാണുക. കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാവും, പിന്നെ കണ്ടിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ട്രെയിലർ വീഡിയോ ഒക്കെ കാണുക. 29-ാം തീയതി പടം ഇറങ്ങുന്നുണ്ട്, പടം പോയി കാണുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും ലവ് യു ആൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.